ഒരു പാക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീൻ ആണ് കേട്ടോ. ഈ ഒരാഴ്ച നിങ്ങൾ ഈ ഒരു പാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. മുടി ഉള്ളോടുകൂടി വളരാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുത്ത് മുടി നന്നായിട്ട് വളരാൻ ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എനിക്ക് അങ്ങനെ പാരമ്പര്യമായിട്ട് ഒരുപാട് മുടിയുള്ള കൂട്ടത്തിലുള്ള ആളൊന്നും അല്ല കേട്ടോ. എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഹെയർ കെയറിലൂടെ മാത്രമാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു 1 വീക്ക് ഹെയർ കെയർ റുട്ടീൻ ആണ് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ ഹെയർ കെയർ റുട്ടീൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അതുപോലെയല്ല. ഇന്നത്തെ നമ്മുടെ റുട്ടീനിൽ നമ്മൾ ഒരു പാക്ക് മാത്രമാണ് കേട്ടോ നമ്മുടെ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത്. വേറെ പാക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറ്റ പാക്ക് വെച്ചിട്ടാണ് റുട്ടീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഈ ഒരാഴ്ച ഹെയർ കെയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മുടിക്ക് ഉള്ളില്ല എന്ന് പറയുന്നവർക്ക്, മുടിയൊഴിച്ചിലുള്ളവർക്ക്, താരന്റെ പ്രശ്നമുള്ളവർക്ക് അതൊക്കെ മാറ്റിയെടുത്തിട്ട് മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ സഹായിക്കുന്ന ഒരു പാക്ക് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരുടെയും പ്രശ്നം മുടിക്ക് ഉള്ളില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവർ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഒരാഴ്ച നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. ഫോളോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുകയാണ്, നിങ്ങളുടെ മുടിയിൽ ആ ഒരു ചേഞ്ച് ഒരാഴ്ച കൊണ്ട് അറിയുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മുന്നോട്ടേക്ക് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ എല്ലാവർക്കും എല്ലാം ചേരണം എന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചേരായികയുണ്ട്, നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല, മുടിക്ക് ചേഞ്ച് ഒന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ കെയർ റുട്ടീൻ സെറ്റ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിലേക്കും റുട്ടീനിലേക്കും പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണുന്ന കമന്റുകൾ, കുറച്ച് കമന്റുകൾ കേട്ടോ. ചേച്ചി ഇതൊക്കെ സത്യമാണോ, ഹെയർ പാക്ക് ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് മുടി വളരുമോ, മുടി വളർച്ച എന്ന് പറയുന്നത് പാരമ്പര്യമല്ലേ, ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ, അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. അവർ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന അവരുടെ സംശയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടി വളർച്ചയിൽ പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പാക്ക് ഉപയോഗിച്ചുകൊണ്ടോ ഹെയർ കെയർ ചെയ്തുകൊണ്ടോ ഒരു പരിധിയിൽ കൂടുതൽ അളവിൽ മുടി വളർത്തിയെടുക്കുക, മുടി പനങ്കുലോ പോലെ വളർത്തിയെടുക്കുക, മുടിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ വളർത്തിയെടുക്കുക, അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് സാധിക്കാത്ത കാര്യമാണ്. പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പാരമ്പര്യമാണെന്ന് വെച്ചിട്ട് നമ്മുടെ മുടി കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഒരുപാട് ഡാമേജുകളും കാര്യങ്ങളും വരും. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സ്പ്ലിറ്റൻസ് വരാം, മുടി പൊട്ടിപ്പോവാം, മുടിക്കായ വരാം, താരന്റെ പ്രശ്നം വരാം, മുടി കൊഴിച്ചിൽ വരാം, എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ വരാം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ മുടി ഡാമേജ് ആവുകയേ ചെയ്യുള്ളൂ. പാരമ്പര്യമാണ്, നമ്മൾ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കുള്ള മുടി അത് പോവും, അത് ഡാമേജ് ആവും. അപ്പം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ മുടിയെ സംരക്ഷിച്ച് ഉള്ള മുടി പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താനും പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒന്ന് ചെറിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, പാരമ്പര്യമാണ് അപ്പം നമ്മളൊന്നും ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കരുത്. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അങ്ങനെ ഒരുപാട് മുടിയുള്ള ആളൊന്നും അല്ല. നമ്മുടെ എന്താ പറയുക, ഞാൻ എൻ്റെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ വെഡിങ് വീഡിയോ, ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ വെഡിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ എൻ്റെ ഹെയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരുപാട് മുടിയുള്ള ആളായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഒരുപാട് മുടിയുള്ള ആൾ എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട്, എനിക്കുള്ള മുടി അത് ഹെൽത്തി ആണ്, ഉള്ളോടുകൂടിയുള്ള ഒരു മുടിയാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. അത് എൻ്റെ കെയറിങ്ങിലൂടെ മാത്രം ഞാൻ നേടിയെടുത്തൊരു കാര്യമാണ്. ഞാൻ എൻ്റെ മുടി കെയർ ചെയ്യാത്ത സമയത്തുള്ള മുടി നോക്കിയാൽ മനസ്സിലാവും ഒട്ടും ഹെൽത്തി അല്ലാത്ത ഒരു വൃത്തിയില്ലാത്ത സൈസ് മുടിയാണ്. എൻ്റെ ആ വെഡിങ് വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഫോട്ടോസ് ആണെങ്കിലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ ആ കെയർ ചെയ്യാത്ത സമയത്തുള്ളതും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് എന്താ പറയുക, മുടി മൊത്തത്തിൽ പോയ സമയത്താണ് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കെയറിലേക്ക് ഞാൻ വരുന്നത്. പക്ഷെ ഞാൻ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ കെയറിലേക്ക് വന്നത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിക്ക് സത്യം പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. ചെറിയ മുടി കൊഴിച്ചിൽ, താരൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ വരുന്നല്ലാതെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, എനിക്ക് നല്ലൊരു റിസൾട്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. എനിക്കത് സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്നതിനുള്ള റിസൾട്ട് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, പാരമ്പര്യമാണ്, കെയർ ചെയ്യണ്ട അങ്ങനെയൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പിന്നെ അതിപ്പോൾ മുടിയുടെ കാര്യം മാത്രമല്ല, നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ സ്കിൻ ആയിക്കോട്ടെ, നമ്മുടെ ശരീരം ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മളത് കെയർ ചെയ്യാതിരുന്നാൽ അത്
പിന്നെ എന്താ പറയുക അതിനകത്ത് കേടുപാടുകൾ വരും. ഇപ്പൊ ഈവൻ നമ്മളിപ്പോൾ നമ്മുടെ ഒരു നഖം നോക്കുകയാണ്, നമ്മൾ നഖം ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് കെയർ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാണ്ട് വൃത്തിയില്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതുപോലെയുള്ള അത് നമ്മൾ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം അതിലുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയർ കെയർ. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഇപ്പൊ ചെയ്യണമെന്ന് താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു വിശ്വാസത്തോടു കൂടി ആ ഒരു ക്ഷമയോട് കൂടി നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഹെയർ കെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അങ്ങ് ആയിപ്പോ കേട്ടോ. ഞാൻ പറഞ്ഞ് വെറുപ്പിച്ചോന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ഒരു സംശയം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇനി എന്തായാലും നമ്മുടെ ഇന്നത്തെ പാക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റുട്ടീനിൽ ഒരു പാക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഹെയർ കെയറിൽ ഏറ്റവും നല്ലത്. അപ്പൊ ആ ഒരു പാക്ക് ഏതാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകം ഞാനിവിടെ 2 സ്പൂൺ അളവിൽ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഒറ്റ യൂസിനാണെങ്കിൽ 2 സ്പൂൺ മതിയാവും കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാക്ക് നമുക്ക് ഒറ്റ ദിവസത്തേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൂടുതലായിട്ട് എടുക്കണം. ഒറ്റ യൂസിന് 2 സ്പൂൺ അളവിൽ എടുത്താൽ മതി. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കരിഞ്ജീരകം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാനിതാ കരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ കരിഞ്ജീരകം നമ്മൾ ഇതിനു മുമ്പും പിന്നെ പൊടിക്കാതെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഗുണം കിട്ടുക എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കരിഞ്ജീരകം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിത് അവിടെ 1 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ യൂസിനാണെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് അളവിൽ മതി കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുത്തു വെച്ച് ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ കരിഞ്ജീരകം അതിനനുസരിച്ച് കൂട്ടണം, വെള്ളവും അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഇതൊന്ന് തിളപ്പിക്കാം. അപ്പൊ ഇത് തിളപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ തിളപ്പിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഈ കരിഞ്ജീരകത്തിലെ ആ ഒരു സത്ത് മൊത്തം നമുക്ക് ആ വെള്ളത്തിൽ കിട്ടുന്ന ആ ഒരു സമയം വരെ നമ്മൾ നന്നായിട്ട് തന്നെ തിളപ്പിക്കുക. ഇപ്പൊ നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണല്ലോ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്, അതൊരു 3/4 ഗ്ലാസ് ആവുന്ന ആ ഒരു സമയം വരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഇതാ നമ്മളിപ്പോൾ തിളപ്പിച്ചെടുത്തോണ്ട് വന്നിട്ടുള്ള കരിഞ്ജീരകം അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന സമയത്ത് കളറൊന്നും വലിയ രസമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ രസമൊന്നും നോക്കണ്ട, പക്ഷെ നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും. പിന്നെ ആ കരിഞ്ജീരകത്തിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു മണം ഉണ്ടാവും. പിന്നെ ഒരു കരിഞ്ജീരകത്തിന് എല്ലാവർക്കും അറിയാലോ, നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു എണ്ണമയം ഇല്ലേ, ആ ഒരു എണ്ണമയം നമുക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടുക. ഇത് മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒറ്റ യൂസിന് ഇത് മതി. കാരണം നമുക്കിത് സ്കാൽപ്പിലാണ് നന്നായിട്ട് തേച്ച് കൊടുക്കാനുള്ളത്. അപ്പൊ മുടിയിലേക്ക് നമുക്ക് അധികമൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയന്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്, വേറെ ഒന്നും അല്ല കേട്ടോ, ആവണക്കെണ്ണയാണ്, കാസ്റ്റർ ഓയിൽ ആണ്. അപ്പൊ കാസ്റ്റർ ഓയിൽ ഞാനിത് ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ അളവിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ യൂസിന് 1/2 സ്പൂൺ അളവിൽ നിങ്ങൾ ചേർത്താൽ മതി. അപ്പൊ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കാസ്റ്റർ ഓയിൽ എല്ലാവർക്കും അറിയാലോ, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും മുടി നല്ല ഉള്ളോടുകൂടി വളരാനും ഹെയറിന് റീഗ്രോത്ത് തരാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ പാക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ റുട്ടീനിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാക്കാണ്, പക്ഷെ നല്ല റിസൾട്ട് തരുന്ന പാക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി നമുക്കിത് സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ പാക്ക് നമ്മുടെ മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. എൻ്റെ മുടി ഇപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുടി വലിയ രീതിയിൽ ഓയിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ പാക്കിൽ കാസ്റ്റർ ഓയിൽ ഉണ്ട് എങ്കിൽ കൂടിയും കുറഞ്ഞ അളവിൽ, സ്കാൽപ്പിലൊന്നും ഒരുപാട് ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ ചെറുതായിട്ട് നിങ്ങളൊന്ന് ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തേക്കാം കേട്ടോ. പാക്ക് കൂടുതലായിട്ടും തേച്ച് കൊടുക്കേണ്ടത് സ്കാൽപ്പിലാണ്. സ്കാൽപ്പിൽ തേച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. ബാക്കിയുള്ളത് വെറുതെ ആണെങ്കിൽ മുടി തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മുടിയിൽ തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സ്കാൽപ്പിൽ എന്തായാലും നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഞാനിങ്ങനെ ഇരുന്ന് തേച്ച് കഴിഞ്ഞാൽ എന്തായാലും മേത്തുകൂടെയൊക്കെ ആവും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മുടി മുമ്പോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തേക്കണമെങ്കിൽ അങ്ങനെ തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് കാണാൻ വലിയ ലുക്കില്ലാന്നേ ഉള്ളൂ കേട്ടോ, പക്ഷെ നല്ല റിസൾട്ടാണ്. കരിഞ്ജീരകം എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടിയിൽ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഇപ്പോൾ താരൻ്റെ പ്രശ്നം ആയിക്കോട്ടെ, മുടി കൊഴിച്ചലിൻ്റെ പ്രശ്നം ആയിക്കോട്ടെ, സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കരിഞ്ജീരകം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കാസ്റ്റർ ഓയിലിൻ്റെ കാര്യം ഞാൻ ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും പുതിയ മുടികൾ വളരാനും മുടി നല്ല ഉള്ളോടുകൂടി വളരാനും സഹായിക്കുന്നതാണ് കാസ്റ്റർ ഓയിൽ. അപ്പോൾ നമ്മളിങ്ങനെ പാക്കിൽ നമ്മുടെ എണ്ണയിലൊക്കെ നമ്മൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് ഉപയോഗിക്കാൻ പറഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരാഴ്ചയൊക്കെ നമ്മളിങ്ങനെ പാക്കുകൾ മാറി മാറി ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു പാക്ക് തന്നെ വെച്ച് നമ്മളൊരു റുട്ടീൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ ഒരു പാക്ക് നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലൊരു മസാജിങ് കൊടുക്കുക കേട്ടോ. പാക്ക് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെറിയ രീതിയിലൊരു മസാജിങ് കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം.
പിന്നെ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം അതുപോലെ തന്നെ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ പാക്ക് നമ്മൾ കഴുകാനായിട്ട് താളിയാണ് ഉപയോഗിക്കുന്നത്. കാരണം കാസ്റ്റർ ഓയിൽ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഓയിലി ഫീൽ ഉണ്ടാവും. അപ്പോൾ മുടി കഴുകി കഴിഞ്ഞിട്ട് ഓയിലി ഫീൽ ഇരിക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയിൽ പാക്കൊക്കെ പിടിക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഇന്നത്തെ താളി തയ്യാറാക്കാം. അപ്പം ഞാനിന്ന് ചെമ്പരത്തി താളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും താളിയാണ് പറ്റുന്നതെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വേറെ താളി എന്ന് പറയുമ്പോൾ നമ്മുടെ പാടത്താളിയൊക്കെ ഇല്ല, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളി തന്നെ മതി. അപ്പം ഞാൻ ചെമ്പരത്തി പൂ ഒന്നും ഇന്ന് പറിക്കുന്നില്ല, ഞാൻ ചെമ്പരത്തി ഇല മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ പറ്റും ആ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മുടിക്ക് എത്രമാത്രം ചെമ്പരത്തി ഇല വേണോ അതിനനുസരിച്ച് ചെമ്പരത്തി ഇല എടുക്കുക. എന്നിട്ട് താളി തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കല്ലിൽ ഉരച്ച് തയ്യാറാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, താളിക്ക് എത്രമാത്രം താളി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ താളി ആണെങ്കിൽ കൂടിയും അരിക്കാതെ ഒരിക്കലും നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കരുത്. അത് ഏത് പാക്ക് ആണെങ്കിലും, താളി ആയിക്കോട്ടെ പാക്ക് ആയിക്കോട്ടെ, നമ്മൾ അരിച്ചിട്ട് മാത്രമേ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി താളി ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി കഴുകാം കേട്ടോ. അപ്പോൾ ഇത് പാക്ക് തേച്ചിട്ട് ഞാനൊരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 15 മിനിറ്റ് അങ്ങനെയൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, തണുപ്പൊക്കെ പ്രശ്നമില്ലാത്തവരാണെങ്കിൽ 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകാം. അപ്പോൾ ആദ്യം നമ്മുടെ പാക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താളി ഉപയോഗിച്ചിട്ട് കഴുകാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താളി ഉപയോഗിച്ചിട്ടും നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് മുടി കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിതാ വൃത്തിയായിട്ട് തന്നെ മുടിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഒരു റുട്ടീൻ ബേസിൽ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഒരാഴ്ച ഉപയോഗിക്കുക കേട്ടോ. ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഡെയിലി ഉപയോഗിക്കരുത്, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കുക. നമ്മൾ തയ്യാറാക്കിയ പോലെ തന്നെ താളി തയ്യാറാക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ട് മുടി കഴുകുക, അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നിങ്ങളിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്നൊരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലൊക്കെ മുടിയിൽ തേച്ചിട്ട് വെറുതെ വെള്ളത്തിൽ മുടി കഴുകാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെമ്പരത്തി താളി തയ്യാറാക്കില്ല, അതേപോലെ താളി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. മുടി കഴുകാത്തവർ അന്നത്തെ ദിവസം കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ഒരാഴ്ച നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മുടിക്ക് അത് സ്യൂട്ട് ആവുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മുന്നോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരാഴ്ച ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് കെമിക്കൽ ഷാമ്പു ഇട്ടിട്ട് മുടി കഴുകണം. ആഴ്ചയിൽ ഒരു തവണ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മൾ മുടി ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാഴ്ച ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, ഒരു ദിവസം കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക, അടുത്ത ആഴ്ച ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പാക്ക് തയ്യാറാക്കുന്ന ആയിക്കോട്ടെ ഉപയോഗിക്കുന്ന ആയിക്കോട്ടെ എല്ലാം സിമ്പിളാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുത്ത് വെച്ച് ഉപയോഗിക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം സമയമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഫ്രഷ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു കാര്യവും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.